പണിയെ എടുക്കൂ എന്നർത്ഥം. സ്വയം പഠിക്കാൻ കഴിവില്ലാത്തതിനാൽ വിവരങ്ങൾ വിശകലനം ചെയ്ത് തീരുമാനങ്ങൾ എടുക്കാനും സാധാ ആപ്പുകൾക്ക് കഴിയില്ല. എന്നാൽ മെഷീൻ ലേണിങ്ങിനെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന AI ആപ്പുകൾ വിവരങ്ങൾ സ്വയം പഠിക്കുകയും അവ വിശകലനം ചെയ്ത് പ്രവർത്തനം സ്വയം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. മനുഷ്യരെപ്പോലെ മുൻ അനുഭവങ്ങളിൽ നിന്ന് ഇവ പാഠം പഠിക്കുന്നു, മനുഷ്യബുദ്ധി അനുകരിക്കുന്നു എന്നതാണ് മറ്റ് സാധാ ആപ്പുകളെ അപേക്ഷിച്ച് AI ആപ്പുകളുടെ ഏറ്റവും വലിയ സവിശേഷത. AI ആപ്പുകൾ ഉപയോഗിക്കുന്ന സുപ്രധാന സാങ്കേതിക വിദ്യയായ മെഷീൻ ലേണിങ്ങിനെക്കുറിച്ച്, അതായത് മെഷീനെ എങ്ങനെ പഠിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നാം കൂടുതൽ മനസ്സിലാക്കേണ്ടത്. അതാണ് AI ആപ്പുകളുടെ തലച്ചോറെന്ന് പറയുന്നത്. അതായത് ആ പേരിൽ തന്നെയുണ്ട് എല്ലാം. സ്വയം പഠിക്കുന്ന യന്ത്രങ്ങൾ, അതാണല്ലോ ഈ പറഞ്ഞ മെഷീൻ ലേണിംഗ്. അതായത് യന്ത്രങ്ങളെ മനുഷ്യൻ പഠിപ്പിക്കുകയല്ല, അവ സ്വയം പഠിക്കുകയാണ്. കമ്പ്യൂട്ടറിന് സാധാരണയായി എന്ത് കാര്യം ചെയ്യാനും സോഫ്റ്റ്വെയറുകളോ പ്രോഗ്രാമുകളോ ആവശ്യമാണല്ലോ. എന്നാൽ അത്തരം പ്രത്യേകം പ്രോഗ്രാമുകളുടെ സഹായമില്ലാതെ വിവരങ്ങൾ സ്വയം പഠിച്ച് തീരുമാനമെടുക്കാൻ കമ്പ്യൂട്ടർ പോലുള്ള യന്ത്രങ്ങളെ സഹായിക്കുന്ന അൽഗരിതങ്ങൾ ഉണ്ടാക്കുകയാണ് മെഷീൻ ലേണിങ്ങിലൂടെ ഡേറ്റ ഉപയോഗിച്ച് ചെയ്യുന്നത്. അതായത് അൽഗരിതങ്ങളെ പരിശീലിപ്പിക്കുന്ന സൂത്രമെന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. നിരന്തര പരിശീലനത്തിലൂടെ ഡേറ്റയിലെ ക്രമങ്ങൾ മനസ്സിലാക്കി പ്രവചനങ്ങൾ നടത്താനോ തീരുമാനങ്ങൾ എടുക്കാനോ ഇതുവഴി യന്ത്രങ്ങൾക്ക് കഴിവ് ലഭിക്കുന്നു. മാത്രമല്ല, ഇത് ആവർത്തിക്കുന്നതിലൂടെ യന്ത്രം ഡേറ്റയുമായി പൊരുത്തപ്പെടുകയും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മികവ് നേടുകയും ചെയ്യുന്നു. നടത്തിയ പഠനങ്ങളുടെയും അനുഭവങ്ങളും പിന്നീട് മെഷീൻ ലേണിങ്ങിന് അടിസ്ഥാനമാക്കാറുണ്ട്. മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ പ്രധാനമായും പൈത്തോൺ പോലുള്ള പ്രോഗ്രാമിംഗ് ഭാഷകളിലാണ് തയ്യാറാക്കുന്നത്. AI ആപ്പുകൾ വിവിധ ആവശ്യങ്ങൾക്കായി മെഷീൻ ലേണിംഗ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആരോഗ്യരക്ഷാ ആപ്പുകൾ രോഗനിർണയവും ചികിത്സാ നിർദ്ദേശങ്ങളും നൽകുന്നതിന് ഇത് ഉപയോഗിക്കുന്നു. നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്, ആമസോൺ തുടങ്ങിയ ആപ്പുകൾ ഉപഭോക്താവിൻ്റെ അഭിരുചി മനസ്സിലാക്കി നിർദ്ദേശങ്ങളും വിവരങ്ങളും നൽകുന്നത് മെഷീൻ ലേണിങ്ങിലൂടെയാണ്. നമ്മുടെ താൽപ്പര്യങ്ങൾ എന്തൊക്കെയെന്ന് ഇതുവഴി ആപ്പുകൾ മനസ്സിലാക്കുന്നു. വിവർത്തന ആപ്പുകൾക്ക് പരിഭാഷ നടത്താനും കമ്പ്യൂട്ടർ വിഷ്വൽ ആപ്പുകൾക്ക് മുഖവും ദൃശ്യങ്ങളും തിരിച്ചറിയാനും ഇത് വേണം. ഓഹരി വിപണിയിലെ ചലനങ്ങൾ മനസ്സിലാക്കി പ്രവചനങ്ങൾ നടത്താൻ സാമ്പത്തിക ആപ്പുകളും ഉപയോഗിക്കുന്നു. മെഷീൻ ലേണിംഗ് പോലെ പ്രധാനപ്പെട്ടതാണ് ഡീപ്പ് ലേണിംഗും. മനുഷ്യ മസ്തിഷ്കത്തിലെ ന്യൂറൽ നെറ്റ്വർക്കുകൾക്ക് സമാനമായ കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകളാണ് ഡീപ്പ് ലേണിംഗ് അൽഗരിതങ്ങൾ. ന്യൂറൽ നെറ്റ്വർക്കുകൾ വളരെ വലിയ അളവിലുള്ള ഡേറ്റ ഉപയോഗിച്ച് പരിശീലിപ്പിക്കപ്പെടുന്നു. അതിനാൽ ഭീമമായ അളവിലുള്ള ഡേറ്റയിലെ പാറ്റേണുകൾ മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കാൻ കമ്പ്യൂട്ടറുകൾക്ക് കഴിയുന്നു. ആഴത്തിലുള്ള ഇത്തരം പഠനങ്ങളാണ് കുഴയ്ക്കുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ഡീപ്പ് ലേണിങ്ങിനെ സഹായിക്കുന്നത്. മനുഷ്യരുടെ സംസാരം മനസ്സിലാകുന്ന വെർച്വൽ സഹായികളായ ഗൂഗിൾ അസിസ്റ്റൻ്റ് പോലുള്ളവ ഡീപ്പ് ലേണിംഗ് ആണ് ഉപയോഗിക്കുന്നത്. മലയാളമടക്കമുള്ള ഏതു ഭാഷയിലും ആശയവിനിമയം നടത്തുമെന്നതാണ് AI ആപ്പുകളുടെ സവിശേഷത. ഇതിന് സഹായിക്കുന്ന AI സാങ്കേതിക വിദ്യയായ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിനെക്കുറിച്ച് ആണ് നേരത്തെ സംസാരിച്ചത്. അതായത് NLP. ലേഖനങ്ങൾ, വിവരണങ്ങൾ, സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ, ഇമെയിലുകൾ തുടങ്ങി വളരെ വലിയ അളവിലുള്ള ടെക്സ്റ്റുകൾ വിശകലനം ചെയ്യുകയാണ് NLPയുടെ രീതി. വാക്കുകൾ, വാചകങ്ങൾ, വാക്യഘടന, വ്യാകരണം എന്നിവ കൃത്യമായി മനസ്സിലാക്കാനും മറുപടി നൽകാനും ഈ നേരത്തെ സൂചിപ്പിച്ച NLPക്ക് കഴിയും. അതായത് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിന് കഴിയുമെന്നർത്ഥം. ചില NLPകൾക്ക് സംസാര ഭാഷയും മനസ്സിലാകും. വെർച്വൽ സഹായികൾ ഉപഭോക്താവിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നത് ഇതുപയോഗിച്ചാണ്. പഠിച്ചു വച്ചിട്ടുള്ള ലോഡ് കണക്കിന് ഡേറ്റയെ അടിസ്ഥാനമാക്കി നമ്മൾ നൽകുന്ന വിവരങ്ങൾക്കനുസരിച്ച് ലേഖനങ്ങളും ചിത്രങ്ങളും വീഡിയോകളും സംഗീതവും ഒക്കെ നിർമ്മിക്കാൻ കഴിവുള്ളവയാണ് ജനറേറ്റീവ് AI. അതായത് അങ്ങനെ പ്രവർത്തിക്കുന്ന ആപ്പുകൾ. സെക്കൻഡുകൾ കൊണ്ട് ഒരുപാട് ഡേറ്റ കൈകാര്യം ചെയ്ത് അത്ഭുതങ്ങൾ കാട്ടാൻ പരിശീലനം കിട്ടിയ ലാർജ് ലാംഗ്വേജ് മോഡലുകളാണ് ഈ പറഞ്ഞ ജനറേറ്റീവ് ആപ്പുകൾ. അതുതന്നെയാണ് AI ആപ്പുകളെന്ന് പറയുന്നത്. ടൈപ്പ് ചെയ്ത് നൽകുന്ന വിവരങ്ങൾക്കനുസരിച്ച് ചിത്രങ്ങൾ നിർമ്മിക്കുന്ന ജനറേറ്റീവ് AI ആപ്പുകൾ ഉണ്ട്. മറ്റൊരു ജനറേറ്റീവ് ആപ്പായ ChatGPT മനുഷ്യർ തയ്യാറാക്കുന്നത് പോലെ വിവിധ വിഷയങ്ങളിൽ നിലവാരമുള്ള കഥകളും ലേഖനങ്ങളും കോഡുകളുമൊക്കെ തയ്യാറാക്കും. ഗൂഗിളിൻ്റെ ജെമിനിയും
അതിഗംഭീരമായി തന്നെ ഇത്തരം ലേഖനങ്ങളും കഥകളും ചിത്രങ്ങളുമൊക്കെ നാം കൊടുക്കുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് തയ്യാറാക്കി തരും. ചില AI ആപ്പുകളെ പരിചയപ്പെടാം. ചാറ്റ് GPT കൂടാതെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നുള്ള ഒരു AI ആപ്പാണ് ജെമിനി. മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകൾ മനസ്സിലാകുന്ന ഡിജിറ്റൽ സഹായിയാണ് ജെമിനി എന്ന് പറയാം. ഗൂഗിളിൻ്റെ ഈ ജനറേറ്റീവ് AI ചാറ്റ് ബോട്ട് മുമ്പ് ബാർഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓപ്പൺ AIയുടെ ചാറ്റ് GPTയെ നേരിടാനാണ് ഗൂഗിൾ 2023 മാർച്ചിൽ ഇത് പുറത്തിറക്കിയത്. ഗൂഗിളിൻ്റെ വിവിധ ആപ്പുകൾക്കുള്ളിലും ഇതിൻ്റെ സേവനം ലഭ്യമാണ്. നിർമ്മിത ബുദ്ധിയിലെ ലാർജ് ലാംഗ്വേജ് മോഡൽ അടിസ്ഥാനമാക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇത് സൃഷ്ടിച്ച ചില ചിത്രങ്ങൾ വിവാദങ്ങളുമായിട്ടുണ്ട്. പക്ഷേ ഇന്ന് AI ആപ്പുകളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒന്നുകൂടിയാണ് ജെമിനി. ചാറ്റ് ബോട്ടുകളുടെ കൂട്ടത്തിലെ മറ്റൊരു ആപ്പാണ് കോപ്പർലൈറ്റ്. മൈക്രോസോഫ്റ്റിൻ്റെ AI ആപ്പാണിത്. അവരുടെ ബ്രൗസറായ എഡ്ജിലും ഇതുണ്ട്. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ മാത്രമല്ല, ചിത്രങ്ങൾ സൃഷ്ടിക്കാനും യാത്രകൾ പ്ലാൻ ചെയ്യാനും വ്യക്തികൾക്കനുസരിച്ച് വ്യായാമ പരിപാടികൾ ഡിസൈൻ ചെയ്യാനും ഇതിന് കഴിയും. 2023 പ്രവർത്തനം അവസാനിപ്പിച്ച കോർട്ടാനയുടെ പിൻഗാമിയാണ് കോപ്പൈലറ്റ്. മറ്റൊരു AI ആപ്പാണ് ഐവ. സംഗീതം സൃഷ്ടിക്കുന്ന AI ആപ്പ് കൂടിയാണിത്. സിനിമ, വീഡിയോ ഗെയിമുകൾ, പരസ്യങ്ങൾ, സംഗീത ആൽബങ്ങൾ എന്നിവയ്ക്ക് ഈ ആപ്പ് ഉപയോഗിച്ച് ഈസിയായി തന്നെ പുത്തൻ സംഗീതം നൽകാം. അഡ്വാൻസ്ഡ് മെഷീൻ ലാംഗ്വേജ് അൽഗോരിതമാണ് ഐവ ഉപയോഗിക്കുന്നത്. ക്ലാസിക്കൽ, പോപ്പ്, റോക്ക്, ഇലക്ട്രോണിക്സ് എന്നിങ്ങനെ വ്യത്യസ്ത ശൈലിയിൽ സംഗീതം നൽകാൻ ഇതിന് കഴിയും. ആരുടെ ശൈലിയിലും സംഗീതം ഒരുക്കാൻ സഹായിക്കുന്ന ഈ ആപ്പ് ഉപയോഗിച്ച് സംഗീതത്തിൽ അറിവില്ലാത്തവർക്കും പാട്ടുണ്ടാക്കാമെന്നതാണ് പ്രത്യേകത. ഒരിക്കൽ ചിട്ടപ്പെടുത്തിയ സംഗീതം എഡിറ്റ് ചെയ്ത് ഇഷ്ടാനുസരണം മെച്ചപ്പെടുത്തുകയും ചെയ്യാം. മനുഷ്യൻ്റെ കഴിവ് അനുകരിക്കാൻ കഴിയില്ലെങ്കിലും ലോകത്തെ എല്ലാ പ്രധാനപ്പെട്ട സംഗീത ശൈലികളും ആഴത്തിൽ പഠിച്ചതിൻ്റെ മികവ് ഐവയ്ക്കുണ്ട്. മറ്റൊന്നാണ് ലാമ. ആർക്കും സൗജന്യമായി ഉപയോഗിക്കാനും മാറ്റങ്ങൾ വരുത്താനും കഴിയുന്ന തരത്തിലുള്ളതാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുകൾ എന്നറിയപ്പെടുന്നത്. അതാണ് ലാമ. അത്തരത്തിലുള്ള ആദ്യത്തെ പ്രധാന ലാർജ് ലാംഗ്വേജ് മോഡൽ കൂടിയാണ് ലാമ. മാർക്ക് സക്കർബർഗിൻ്റെ മെറ്റ 2024 ജൂലൈ അവസാനമാണ് ഇത് പുറത്തിറക്കിയത്. ഓപ്പൺ സോഴ്സ് ആയതിനാൽ ഡെവലപ്പർമാർക്ക് തങ്ങളുടെ ഇഷ്ടത്തിനും ആവശ്യങ്ങൾക്കും അനുസരിച്ച് ഇത് ഉപയോഗിക്കാം. പുതിയ ഡാറ്റാബേസ് ഉപയോഗിച്ച് അവർക്ക് അതിന് സ്വന്തം ആവശ്യങ്ങൾക്ക് പരിശീലിപ്പിച്ച് പുതിയ AI ആപ്പ് നിർമ്മിക്കുകയും ചെയ്യാമെന്നൊരു പ്രത്യേകത കൂടി ലാമയ്ക്കുണ്ട്. ഇനി സാധാരണ ഉണ്ടാകുന്ന ഒരു സംശയമാണ് AI ആപ്പുകൾ കൊണ്ട് പരിസ്ഥിതിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത്. ഉണ്ട് എന്നാണ് അമേരിക്കയിലെ കാലിഫോർണിയ സർവകലാശാല നടത്തിയ പഠനം നൽകുന്ന ഉത്തരം. നമ്മൾ ചാറ്റ് GPTക്ക് നൽകുന്ന ടാസ്കുകൾ പൂർത്തിയാക്കാൻ ധാരാളം ഊർജം ആവശ്യമാണ്. അപ്പോൾ സ്വാഭാവികമായും സെർവറുകൾ ചൂടാകും. അവയെ തണുപ്പിക്കാനുള്ള കൂളിംഗ് സംവിധാനങ്ങൾക്ക് ധാരാളം വെള്ളം വേണം. ഇതെല്ലാം പരിസ്ഥിതിക്ക് അവസാന അർത്ഥത്തിൽ ദോഷമാണ്. കൂടുതൽ കാര്യക്ഷമമായ AI സാങ്കേതിക വിദ്യകൾ, സോളാർ പോലെയുള്ള ഹരിത വൈദ്യുത സ്രോതസ്സുകളുടെ ഉപയോഗം, ആപ്പ് ഉപയോഗത്തിലെ അച്ചടക്കം എന്നിവയാണ് ഇവയ്ക്കുള്ള പരിഹാരങ്ങൾ. ആപ്പുകൾ ഇപ്പോൾ പരസ്പരം മത്സരിക്കുകയാണ്. വിവിധ കമ്പനികളാണല്ലോ ഈ AI ആപ്പുകൾ നിർമ്മിക്കുന്നത്. അപ്പോൾ തന്നെ മത്സരവും കടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കടുക്കുന്നതനുസരിച്ച് പുതിയ പുതിയ ആപ്പുകളും രംഗത്ത് വരുന്നുണ്ട്. ഇതെല്ലാം കൂടി പരിശോധിക്കുമ്പോൾ ഇതിനൊക്കെ ആവശ്യമായ ഊർജം, അനന്തമായ ഊർജമായിരിക്കും വേണ്ടി വരിക. ഇത് എങ്ങനെ ഈ ഊർജത്തിൻ്റെ ആവശ്യകത നിറവേറ്റുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഇത് പരിസ്ഥിതിക്ക് ദോഷം വരുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഏറ്റവും പുതിയ AI ആപ്പുകളെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു. അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.